നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 4 ചപ്പാത്തിക്കുള്ള അളവാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. 2 ഉരുളക്കിഴങ്ങിലേക്കായിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇതിന്റെ പകുതി എടുത്താലും മതി, സവോള അധികം താല്പര്യമില്ലെങ്കിൽ. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് എടുത്താലും മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുക്കറിൽ കുക്ക് ചെയ്തെടുത്തതാണ്. ചെറിയ ചൂടുണ്ട്, ചൂടോടെ ഉടച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ ആദ്യം ഞാൻ ഈ സവോളയൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് ഉടച്ചെടുക്കാം. ചപ്പാത്തിയുടെ പൊടി 4 ചപ്പാത്തിക്കുള്ളത് ഞാൻ നേരത്തെ കുഴച്ച് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ അളവുകളൊന്നും പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ 2-3 രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോകളിൽ ഏത് നോക്കിയിട്ടുണ്ടെങ്കിലും ചപ്പാത്തിയുടെ പൊടി എടുക്കുന്ന അളവും കുഴയ്ക്കുന്ന വെള്ളത്തിൻ്റെ അളവും എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ സവോള ആദ്യം മുറിച്ചെടുക്കട്ടെ, അപ്പം തന്നെ പച്ചമുളക് മുറിച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ചേർക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പില താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർക്കാം കേട്ടോ. മല്ലിയില ചേർക്കുമ്പോൾ നമ്മൾ ആലു പറാത്തയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും. കറിവേപ്പില ഇഷ്ടമാണെങ്കിൽ കറിവേപ്പില ചേർക്കാം, ഏതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും ചേർക്കാം. പച്ചമുളകും സവോളയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് വ്യത്യാസം വരുത്താം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് കുക്കായി കിട്ടും. നമ്മുടെ സവോളയും പച്ചമുളകും ഒക്കെ ഓവറായിട്ട് കുക്കായി പോവില്ല, ആ ചൂടിൽ ചെറുതായിട്ടൊന്ന് കുക്കായി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്തൊന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ചൂടോടെ ഉടയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ഈ മിക്സ് നമുക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഇതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാട്ട് മസാല ചേർക്കാം. ചാട്ട് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ ചാട്ട് മസാല ചേർത്തിട്ട് ഈ ഒരു മിക്സ് റെഡിയാക്കാം കേട്ടോ. ചില ആളുകൾക്ക് ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇഷ്ടമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. ഗരം മസാല ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. ഗരം മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റ് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ചാട്ട് മസാലയുടെ കാര്യം പറഞ്ഞത്. ഇത് നന്നായിട്ടൊന്ന് ഉടയ്ക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം. ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം ഇരിക്കും. നമുക്കപ്പോൾ ആവശ്യത്തിന് എടുത്തുണ്ടാക്കിയാൽ മതി. ചപ്പാത്തി മാവ് മാത്രം നമ്മൾ കുഴച്ചെടുത്താൽ മതിയല്ലോ. ബാക്കി എല്ലാ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്കപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലോ ഉച്ചയ്ക്കോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇതിലേക്ക് പിന്നെ നിങ്ങൾക്ക് ചെറിയൊരു പുളി താല്പര്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. പക്ഷേ ടൊമാറ്റോ സോസൊക്കെ ചേർത്തിട്ട് അധിക ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നതാണ്. അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. പുളിയുടെ ചില ആളുകൾക്ക് എല്ലാത്തിലും പുളി ഇഷ്ടമായിരിക്കും. ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി പരത്തി എടുത്തിട്ട് ഇത് അതിലേക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം. ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു വലിപ്പത്തിലാണ് ചപ്പാത്തി ബോൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലുള്ള ചപ്പാത്തി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചൊരു ബോൾ എടുക്കുക. ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. തീരെ നൈസായിട്ട് പരത്തരുത്, ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നൈസായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫില്ലിംഗ് പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കുക എന്ന് പറഞ്ഞത്.
അപ്പോൾ ദാ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മുടെ ചപ്പാത്തി പരത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഫില്ലിംഗ് വെക്കാം. നിങ്ങൾക്ക് എത്ര ഫില്ലിംഗ് വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെക്കാം കേട്ടോ. കുറച്ച് ഫില്ലിംഗ് ഉള്ളതാണ് ഇതിന് ടേസ്റ്റ്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കുന്നതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചാണ് ഫില്ലിംഗ് വെക്കുന്നത്. നിങ്ങൾ ഏത് ഷേപ്പിലാണോ മടക്കുന്നത് അതിനനുസരിച്ച് ഫില്ലിംഗ് വെച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയും ഫില്ലിംഗ് ആണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മടക്കിയെടുക്കാം. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ചപ്പാത്തി വിടർന്നു പോരും. നമ്മൾ ആ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി റെഡിയായി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി നമുക്ക് പാനിലേക്ക് ഇടാം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി ആദ്യം ഈ മടക്കിയ ഭാഗം ഉണ്ടല്ലോ, മടക്കിയ ഭാഗം പാനിലേക്ക് വരുന്ന രീതിയിലായിട്ട് വെച്ചു കൊടുക്കുക. ആ സൈഡ് ഒന്ന് വേഗം കുക്കായി കിട്ടാനാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിൽ അധികം കുക്കിംഗ് ടൈം ഇല്ല, വേഗം തന്നെ കുക്കായി കിട്ടും. മറ്റേ സൈഡാണ് കുറച്ച് സമയം കുക്കാവാനുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഇതുപോലെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. ഞാനിപ്പോൾ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ് നല്ലത്. നമ്മൾ വെറുതെ ഡ്രൈ ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ആ നെയ്യിലൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു സൈഡ് കുക്കായി വരുമ്പോൾ നമുക്ക് പതുക്കെ അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിടാം. കണ്ടോ, വേഗം തന്നെ കുക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് ഒന്നുകൂടി ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. കുറച്ചുകൂടി ഒന്ന് കുക്കാവാനുണ്ട്. ഇൻസൈഡും കുക്കായി വരണമല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക കേട്ടോ. ചിലർക്ക് നെയ്യ് അധികം താല്പര്യം ഉണ്ടാവും, ചിലർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തി വേഗം തന്നെ കുക്കായി പുറം ഭാഗം കുക്കായി വരും, ഇൻസൈഡ് കുക്കായി വരില്ല. അപ്പോൾ ഇനി അടുത്ത സൈഡ് ഒന്നുകൂടി ഒന്ന് കുക്കായി വരട്ടെ. ഇതിനിപ്പോൾ കറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തൈരിലേക്ക് ഒരു സവോളയും പച്ചമുളകും ഒക്കെ മുറിച്ചിട്ട് ഒരു റൈത്ത ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കറി ആവും. കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മസാല മാത്രം മതി നമുക്കിത് കഴിക്കാൻ. കറിയുടെ ആവശ്യമേ ഇല്ല. ഞാൻ ഒരുപാട് നെയ്യ് ഒഴിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം നെയ്യ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നെയ്യ് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തി റെഡി ആയി കഴിഞ്ഞു. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തികളെല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഒരു രീതിയിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആലു പറാത്ത ഉണ്ടാക്കുമ്പോൾ ചില കമന്റ്സ് വരാറുണ്ട്, പൊട്ടിപ്പോകുന്നു, ഫില്ലിംഗ് പുറത്തേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ്. ഇതാവുമ്പോൾ അങ്ങനെ പുറത്തേക്ക് ഫില്ലിംഗ് ഒന്നും പോരില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ വീഡിയോയുടെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾക്ക് മറക്കാതെ ഒരു ലൈക്കും കൂടി തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.